പി.സി. ചാക്കോ ഇടഞ്ഞു തന്നെ. എൻ.സി.പി. പിളരുമോ? എൽ.ഡി.എഫിൽ തുടരണോ എന്ന് ആലോചിക്കണം, പുതിയ പാർട്ടി ഉണ്ടാക്കണം എന്നും പി.സി. ചാക്കോ തിരുവനന്തപുരം നേതൃയോഗത്തിൽ പറഞ്ഞു. ജില്ലാ സെക്രട്ടറി പൊടിയൻകുട്ടിയാണ് ഈ വാർത്ത പുറത്തുവിട്ടത്. മന്ത്രിമാറ്റത്തിനെ സംബന്ധിച്ച് CM എടുത്ത നിലപാടിനെതിരെ കൈകൾ ചൂണ്ടി എനിക്ക് എതിർക്കാമായിരുന്നു. എന്റെ മാന്യത കൊണ്ട് ഞാനത് ചെയ്തില്ല. പുതിയ പാർട്ടി ഉണ്ടാക്കണം, മാറി നിന്നുകൊണ്ട് പ്രവർത്തിക്കും. ഒരു താക്കീതിന്റെ ഭാഷയായിരുന്നു പി.സി. ചാക്കോയുടേത്. നേതൃയോഗ മീറ്റിംഗിൽ മുഖ്യമന്ത്രിക്കെതിരെ നടന്ന പരാമർശവും അതിനെ തുടർന്നുണ്ടായ ബഹളവും ഉന്തും തള്ളും കയ്യാങ്കളിക്കും ശേഷമാണ് പി.സി. ചാക്കോ ഏകപക്ഷീയമായ പ്രഖ്യാപനം നടത്തിയത്. 57 അംഗങ്ങളും പി.സി. ചാക്കോയ്ക്കെതിരെ തിരിയുന്ന കാഴ്ചയാണ് പിന്നീടുണ്ടായത്. എൻ.സി.പിയെ പിളർത്തിക്കൊണ്ട് പുതിയ നീക്കമാണ് പി.സി. ചാക്കോ ലക്ഷ്യമിടുന്നത്. 8 മാസമായി മന്ത്രിമാറ്റ ചർച്ച തെരുവിൽ വലിച്ചിടിച്ചത് പി.സി. ചാക്കോ ആണ് എന്നാണ് അംഗങ്ങൾ പറയുന്നത്. പാർട്ടിക്ക് വലിയൊരു നാണക്കേടുണ്ടാക്കി. പി.സി. ചാക്കോ എൽ.ഡി.എഫിൽ നിന്നുകൊണ്ട് എൽ.ഡി.എഫിനെയും മുഖ്യമന്ത്രിയെയും അധിക്ഷേപിക്കുന്ന നയമാണ് സ്വീകരിച്ചത് എന്നും അംഗങ്ങൾ കുറ്റപ്പെടുത്തി.